ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനയെയും വ്യോമസേനയുമെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ട്രംപിന്റെ തുടക്കം മുതലുള്ള അവകാശവാദം. ഇതിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ വെടിവെച്ചിട്ട F-15E വിമാനം. എന്താണ് ഇറാനകത്ത് ഈ യുദ്ധം കരയുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കകൾക്കിടെ ഒരുക്കി വച്ചിരിക്കുന്നത്? ഇതിനകം എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഗൾഫ് മേഖലയിൽ ഒന്നാകെ US-ന് സംഭവിച്ചത്? അതിൻ്റെ കണക്കിലേക്കാണ് ഇനി പോകുന്നത്. ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇറാന് മുകളിൽ ഞങ്ങൾ പൂർണ്ണ നിയന്ത്രണമുണ്ട്, അവരുടെ ആകാശം ഞങ്ങളുടേതാണ്, ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അവരുടെ റഡാറുകൾ തകർന്നു, വ്യോമസേനയില്ല, ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളില്ല. പക്ഷേ യുദ്ധം 5-ാം ആഴ്ച പിന്നിടുമ്പോഴും ഇന്നലെ മുതൽ ഇറാനിൽ നിന്നുള്ള ചിത്രം വ്യത്യസ്തമാണ്. ഇറാൻ തങ്ങളുടെ ഭൂമിക്കടിയിലെ ബങ്കറുകളും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ച് അമേരിക്കൻ വിമാനങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. ഫൈറ്റർ ജെറ്റുകൾ 2 എണ്ണം ഇറാനിന്റെ മുകളിൽ വെടിവെക്കപ്പെട്ടത് ഈ തന്ത്രത്തിന്റെ ഫലമായിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പൂർണ്ണ ആധിപത്യമെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടി കൂടിയായിരുന്നു ഇത്. അഞ്ചാഴ്ചക്കുള്ളിൽ US സൈന്യത്തിന് ഇറാനിൽ ഗണ്യമായ മനുഷ്യനഷ്ടവും ഉപകരണ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. പെന്റഗണും സെൻട്രൽ കമാൻഡും പുറത്തുവിട്ട ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രം 13 മുതൽ 15 വരെ അമേരിക്കൻ സൈനികർ മരിച്ചു. ഇതിനുശേഷം മരണക്കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഗൾഫ് ബേസുകളിലുണ്ടായ തിരിച്ചടികളിൽ 30ഓളം പേർക്ക് ഗുരുതര പരിക്കുണ്ടായിട്ടും അത് സൈനിക കമാൻഡ് സുരക്ഷാ കാരണങ്ങളാൽ പുറത്തുവിട്ടിട്ടില്ല. US മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. $140 മുതൽ 520 വരെ സൈനികർക്ക് പരിക്കേറ്റതായാണ് US-ലേതുൾപ്പെടെ വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ സ്വതന്ത്ര മാധ്യമങ്ങളും ചില ഉദ്യോഗസ്ഥരും പറയുന്നത് യഥാർത്ഥ നഷ്ടം ഇതിലും വലുതായിരിക്കാമെന്നാണ്. പൂർണ്ണ കണക്കുകൾ പുറത്തുവിടാത്തത് ഓപ്പറേഷണൽ സുരക്ഷയും രാഷ്ട്രീയ കാരണങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. US വ്യോമയാന ഉപകരണങ്ങളിലുണ്ടായ നഷ്ടം കൂടുതൽ ഗുരുതരമാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ 3 F-15E സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ ജെറ്റുകൾ കുവൈറ്റ് എയർ ഡിഫൻസിന്റെ ഫ്രണ്ട്ലി ഫയറിൽ നശിച്ചു. ഏപ്രിൽ മാസത്തോടെ ഒരു F-15E ഇറാനിനുള്ളിൽ തകർന്നു. ഒരു F-35 സ്റ്റെൽത്ത് ജെറ്റ് ഇറാനിയൻ ഫയറിന് വിധേയമായി എമർജൻസി ലാൻഡിംഗും നടത്തി. ഇതിനു പുറമെ ഒരു KC-135 റീഫ്യൂലിംഗ് ടാങ്കർ ഇറാനിന് മുകളിൽ തകർന്ന് 6 ക്രൂ അംഗങ്ങൾ മരിച്ചു. 5 KC-135 ടാങ്കറുകൾ കൂടി സൗദി ബേസിൽ നിന്നുള്ള ആക്രമണത്തിൽ കേടുപാടുകൾക്ക് വിധേയമായി. 10 മുതൽ 15 വരെ MQ-9 റീപ്പർ ഡ്രോണുകൾ ഇറാനിയൻ മിസൈലുകളോ ഗ്രൗണ്ട് ഫയറോ മൂലം നശിപ്പിക്കപ്പെട്ടു. ഈ ഉപകരണ നഷ്ടങ്ങൾ മാത്രം ഏകദേശം $2 ബില്യൺ വരുമെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ, CNN, എക്കണോമിസ്റ്റ്, ഫിനാൻഷ്യൽ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക ബേസുകളിലുണ്ടായ നാശനഷ്ടം യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആഘാതമാണ്. ഗൾഫിലെ ഏറ്റവും വലിയ ബേസ് തന്നെ ഇറാനിയൻ മിസൈലുകൾക്ക് വിധേയമായി. അവിടുത്തെ AN/FPS-132 ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം പൂർണ്ണമായും തകർന്നു. $1.1 ബില്യൺ ആയിരുന്നു ഇതിൻ്റെ വില. ഹാങ്ങറുകളും മറ്റു സൗകര്യങ്ങളും കനത്ത കേടുപാടുകൾക്ക് വിധേയമായി. പല ബേസുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ, റൺവേകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ കനത്ത തോതിൽ നശിച്ചു. ഇതോടെ താൽക്കാലികമായി ഇവ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്.
വാൾസ്ട്രീറ്റ് ജേണൽ, ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്, CNN റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫിലെ 13 ബേസുകളും ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതിന് റഷ്യയുടെ സഹായമുണ്ടായതായാണ് വിലയിരുത്തൽ. ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലോ ആൾട്ടിറ്റ്യൂഡ് ആക്രമണങ്ങളാണ് നടത്തിയത്. ഭൂമിക്കടിയിലെ ബങ്കറുകളിൽ നിന്നും മിസൈൽ ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ യുഎസിന്റെ റഡാറുകളെയും ഹാങ്ങറുകളെയും ലക്ഷ്യമാക്കി. ഇത് യുഎസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെപ്പോലും ആദ്യഘട്ടത്തിൽ തന്നെ ഭാഗികമായി ദുർബലപ്പെടുത്തി. മൊത്തം സാമ്പത്തിക ഓപ്പറേഷണൽ ആഘാതം വളരെ വലുതാണ്. ഉപകരണ നഷ്ടം മാത്രം $2 ബില്യൺ. ഗൾഫ് ബേസുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് $800 മില്യൺ മുകളിൽ വരും. യുദ്ധത്തിന്റെ പ്രതിദിന ചിലവ് $1 ബില്യൺ മുതൽ $2 ബില്യൺ വരെയെന്നാണ് വിലയിരുത്തൽ. ബേസുകൾ താൽക്കാലികമായി ഉപയോഗശൂന്യമായി. ഗൾഫിലെ ബേസുകളിൽ പലതും ആക്രമണത്തിന് വിധേയമായതോടെ ഇസ്രായേലിൽ നിന്നാണ് ഇപ്പോൾ US റീഫ്യൂലിംഗ് വിമാനങ്ങൾ ഭൂരിഭാഗവും വരുന്നത്. ഗൾഫ് ബേസുകളുടെ ദുർബലത തെളിഞ്ഞതോടെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ തന്ത്രപരമായ ഭൂപടം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഗൾഫിലെ ബേസുകൾ തങ്ങളുടെ രാജ്യത്തേക്ക്, അതായത് തെൽ അവീവിലേക്ക് ഉൾപ്പെടെ മാറ്റുന്നതിന്റെ ഓപ്ഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ വലിയ അസന്തുഷ്ടി ഉണ്ടാക്കിയിരുന്ന ഇറാൻ യുദ്ധം ഇപ്പോൾ കൂടുതൽ പ്രശ്നകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാന്റെ മുകളിൽ ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെക്കപ്പെട്ടു എന്ന വാർത്തയാണ് അവസാനമായി പുറത്തു വന്നത്. ഇതിലെ 2 പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തിയ ശേഷം ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആകാശങ്ങൾക്കകത്ത് ഇപ്പോഴും സ്വൈര്യമായി കടക്കാൻ US വിമാനങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന പല വിമാനങ്ങൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇറാന്റെ വ്യോമ സംവിധാനം സമ്പൂർണ്ണമായി ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന ട്രംപിന്റെ അവകാശവാദം ഇതിനിടയിലും ചോദ്യചിഹ്നമായി നിൽക്കുന്നു.